നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളിന്ന് വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ പൊതുവേ ഒരു പി സി ബിൽഡൊക്കെയാണ് കൂടുതലും റയർ മേക്കേഴ്സിൻ്റെ വീഡിയോയിൽ ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്കിന്ന് ഒരു i5-ൻ്റെയും ഒരു i3-യുടെയും അസംബ്ലിങ്ങാണ് ചെയ്യുന്നത്. അത് അസംബിൾ ചെയ്യുന്നത് ഇന്ന് എൻ്റെ സുഹൃത്തായ ദീപു ചേട്ടൻ്റെ സ്റ്റുഡിയോ ഉണ്ട്. പുള്ളി വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയും വെഡ്ഡിങ് വീഡിയോ മേക്കിങ്ങും ഒക്കെ ഒരു ട്രിവാൻഡ്രത്ത് ഫെമിലിയറായി നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പൂസ് എന്ന് പറയുന്ന സ്റ്റുഡിയോ വെളനാട് ഉള്ള സ്റ്റുഡിയോ ആണ്. പുള്ളിക്ക് രണ്ട് ആവശ്യങ്ങളാണ് വേണ്ടത്. ഒന്നെന്ന് പറയുന്നത് പുള്ളിക്ക് വീഡിയോ മേക്കിങ്ങിന് അല്ലെങ്കിൽ വെഡ്ഡിങ് വീഡിയോസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു i5. പുള്ളിക്ക് പുള്ളി റൈസനാണ് ആദ്യം പറഞ്ഞത്. റൈസൻ പറഞ്ഞ സമയത്ത് പുള്ളി എന്നെ പറഞ്ഞു, പുള്ളി ദുബായിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തപ്പോഴും ഇന്ത്യയിലിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ എഡിറ്റിങ് ആവശ്യത്തിന് വേണ്ടിയിട്ട് i5-ഉം 10th ജനറേഷൻ i5-ഉം അല്ല ഫോട്ടോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു i3-യുമാണ് പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു ബെസ്റ്റ് പ്രോസസ്സറാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ 10th ജനറേഷൻ്റെ 10400F എന്ന് പറയുന്ന മോഡലും വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് i3-യുടെ 100F എന്ന് പറയുന്ന മോഡലാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മേക്ക് ചെയ്യുന്നത് PC അസംബിൾ, അതിന് വേണ്ടിയിട്ട് 2 PC ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ 2 PC ബിൽഡിൻ്റെയും വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് PC ബിൽഡിലേക്ക് പോകാം. നമുക്ക് ആദ്യം i5 സിസ്റ്റം ബിൽഡ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സർ നേരത്തെ പറഞ്ഞു, ഇന്റലിൻ്റെ 10th ജനറേഷൻ i5 ആണ്. അതിന് മോഡൽ വന്നിട്ട് 10400F എന്ന് പറഞ്ഞ മോഡൽ. ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ വരുമ്പോൾ 2.9 GHz മുതൽ ടർബോ ബൂസ്റ്റ് വഴി 4.3 വരെ നമുക്ക് ക്ലോക്ക് സ്പീഡ് ലഭിക്കും. 12 MB ആണ് ക്യാഷ്. അപ്പോൾ റൈസൻ 5-നാണെങ്കിൽ ഏകദേശം 16 അതിന് മുകളിൽ MB ക്യാഷ് വരും. എന്നാലും നമുക്ക് ഒരു ഇന്റലിനോടുള്ളൊരു വിശ്വാസത അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി വെച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സർ ചൂസ് ചെയ്യുന്നുള്ളത് കാരണം. അപ്പോൾ അതായത് ഈ പ്രോസസ്സറിന് സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡ് നമ്മൾ ജിഗാബൈറ്റിൻ്റെ B460M DS3H AC എന്ന് പറയുന്ന ഈ മദർ ബോർഡിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വൈഫൈ കൂടെ എനേബിൾ ആണെന്ന്. M.2 SSDയും ബാക്കി എല്ലാ ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലത്തേക്ക് നമുക്ക് ക്രോസ് എയർ വെഞ്ചറൻസിൻ്റെ 3000 MHz ഉള്ള റാമാണ് യൂസ് ചെയ്യുന്നത്. M.2 NVMe SSD ആണ് യൂസ് ചെയ്യുന്നത്. അഡാറ്റയുടെ NVMe SSD ആണ് യൂസ് ചെയ്യുന്നത്. ഗ്രാഫിക്സ് കാർഡാണെങ്കിൽ നമുക്ക് ഹൈ എൻഡ് അല്ല, ഒരു മിഡ് റേഞ്ച് ഒരു ബേസ് മോഡൽ എന്നാണ് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സോട്ടക്കിൻ്റെ NVIDIA ചിപ്പ് വരുന്ന GT1030 എന്ന് പറഞ്ഞ മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഡാറ്റ സ്റ്റോറേജിൻ്റെ ആവശ്യകതയും കൂടെ ഉള്ളതുകൊണ്ട്, അതായത് സ്റ്റുഡിയോ പർപ്പസ് ആയതുകൊണ്ട് കൂടുതൽ ഡാറ്റ വരുന്ന വീഡിയോസൊക്കെ വരുന്നതുകൊണ്ട് 2 TBയുടെ ഒരു Seagateൻ്റെ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പവർ സപ്ലൈ നമ്മളെപ്പോഴും ഹൈ എൻഡ് PC ചെയ്യുമ്പോൾ പവർ സപ്ലൈ ഒരു നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അത് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യമാണ്. കൂളർ മാസ്റ്ററിൻ്റെ തന്നെ MWE 550 വാട്ട്സിൻ്റെ ഒരു UPS ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്യാബിനറ്റും നമുക്ക് ആൻഡക്കിൻ്റെ ഒരു ക്യാബിനറ്റാണ്. ക്യാബിനറ്റ് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിനി പറഞ്ഞ സമയം കളയുന്നില്ല. അപ്പോൾ PC ബിൽഡിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്കിനി പ്രോസസ്സർ മദർ ബോർഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ നമുക്കിന്ന് മദർ ബോർഡിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാം അറിയാം, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ മുകളിലുള്ള കവറിങ് തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് ഫാൻ ഫിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൻ്റെ തന്നെ പ്രോസസ്സറിൻ്റെ കൂടെ വരുന്ന ആ ഒരു ഫാനാണ്. പ്രോസസ്സർ ഫാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്തിനി നമുക്ക് NVMe SSD ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോകാം.
അപ്പോൾ നമുക്ക് NVMe SSD ഫിക്സ് ചെയ്യാം. DDR4 Corsair Vengeance റാമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റാം ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ മദർ ബോർഡിൽ 32 GB വരെ നമുക്ക് റാം ഫിക്സ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഓക്കെ, റാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് ഗ്രാഫിക്സ് കാർഡിൻ്റെ സെക്ഷനിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ്. ഓക്കെ, ഇപ്പോൾ മദർ ബോർഡിനകത്ത് ഉള്ള ഒരു 80% ഫിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മദർ ബോർഡിനെ നമ്മുടെ ആൻഡക്കിൻ്റെ ക്യാബിനറ്റിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്യാം. ആൻഡക്കിൻ്റെ ഒരു നല്ലൊരു RGB വരുന്ന നല്ലൊരു ക്യാബിനറ്റ് തന്നെയാണ്. കാണുന്നതൊക്കെ നല്ല ലുക്കുണ്ട്. മാഗ്നറ്റിക് ഇത് വരുന്ന ഒരു മാറ്റ്. അപ്പോൾ നമുക്ക് ബാക്കി ഇനി മദർ ബോർഡ് ഫിക്സിങ്ങിലോട്ട് പോകാം. ഫ്രണ്ട് പാനലിൻ്റെ ഓഡിയോ ഒന്ന് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് USB, ഹാർഡ് ഡിസ്ക് LED, ഫ്രണ്ട് പവർ LED. നേരത്തെ നമ്മൾ ഗ്രാഫിക്സ് കാർഡൊന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് റിമൂവ് ചെയ്തായിരുന്നു. അത് ഈ ഒരു പോർഷനെ നമുക്കൊന്ന് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് പ്രൊട്ടക്ഷൻ ഗ്യാപ്പ് കൂടെ ഫില്ലപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാം. ഹാർഡ് ഡിസ്കിൻ്റെ ബേയിലോട്ട് ഹാർഡ് ഡിസ്ക് ഒന്ന് പോയിൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന USB 2.3 ഒരു കണക്ഷൻ കൂടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഓവറോൾ മദർ ബോർഡിനകത്ത് വരുന്ന എല്ലാ കണക്ഷൻസും കഴിഞ്ഞ് അടുത്ത് നമുക്കിതിൻ്റെ മെയിൻ ഭാഗമായിട്ടുള്ള SMPS കണക്ട് ചെയ്യാം. നമ്മളെപ്പോഴും i5 റേഞ്ചിന് മുകളിലോട്ടുള്ള വരുന്നതെല്ലാം SMPSൻ്റെ പ്രൈസ് നോക്കരുത്. ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ പവർ കൂടിയ SMPS തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം തന്നെ നമുക്ക് പവർ കണക്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് മെയിൻ പവർ കണക്ടർ, അടുത്ത PCI പവർ കണക്ടർ. കഴിവതും നമ്മൾ കേബിളുകൾ പുറകിൽ കൂടെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓവറോൾ ഈ സിസ്റ്റത്തിൻ്റെ നമ്മൾ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഹാർഡ് ഡിസ്ക്, ഗ്രാഫിക്സ് കാർഡ്, പ്രോസസ്സർ, റാം, NVMe SSD എല്ലാം നമുക്ക് ആവശ്യമുള്ള പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മെയിൻ സെക്ഷൻ ആണ്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക തുടങ്ങിയ പ്രോസസ്സാണ് നമുക്ക് ഇനി പിന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് i5 സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ഒരു പെൻഡിങ് വരിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതിൽ ആൻറ്റിന ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ആൻറ്റിന ഫിക്സ് ചെയ്യാം.
നമുക്ക് മാക്സിമം ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മദർ ബോർഡിലൂടെ ഇൻബിൽട്ടായി വരുന്ന തരത്തിൽ വൈഫൈ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് PCI സ്ലോട്ടിൽ കണക്ട് ചെയ്യുന്ന തരത്തിൽ വൈഫൈ കാർഡ് അവൈലബിൾ ആണ്. അത് നമ്മൾ ചോദിച്ച് തന്നെ വാങ്ങുക. USB ടൈപ്പുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. USB ടൈപ്പുകൾ പെർഫോമൻസിന് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പല സിസ്റ്റങ്ങളിലെയും പെർഫോമൻസ് കുറയാൻ തന്നെ USB ടൈപ്പ് വയർലെസ് കാർഡുകൾ കാരണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പറയാനുള്ള കാരണം. അപ്പോൾ നമുക്ക് i3യുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിലേക്ക് പോവാം. i3ക്ക് നമുക്ക് ഒരു മിഡ് റേഞ്ച് മദർ ബോർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പ്രോസസ്സർ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിലേക്ക് പോവാം. ഹീറ്റ് സിങ്ക് എല്ലാം അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. ആ ഡാറ്റയുടെ തന്നെ SSD ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ക്ലിപ്പാണ് ഇതിൽ ഈ മദർ ബോർഡിൽ വരുന്നത്. ജസ്റ്റ് ഒരു പ്രസ് ചെയ്യുക, ഫിക്സ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ഇപ്പം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാബിനറ്റിലെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് അപ്പോൾ ഇളക്കി ഫിക്സ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു ക്യാപ്പ് ഉണ്ടാവും, അതൊന്ന് റിമൂവ് ചെയ്യുക. നെക്സ്റ്റ് ഇനി നമുക്ക് പോർഷൻ നമുക്ക് രണ്ട് സിസ്റ്റത്തിനകത്തും 3000 MHz കോസെയർ വെഞ്ചിയറൻസിൻ്റെ ഗെയിമിംഗ് റാം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റാമിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് ഓവറോൾ സിസ്റ്റത്തിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റാം എന്തായാലും ഒരു അതിനകത്തും ബെസ്റ്റ് ഒരു ഫ്രീക്വൻസിയുള്ള റാം തന്നെയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റാമിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്തന്നെ ഒന്ന് നമ്മുടെ ക്യാബിനറ്റ് ഒന്ന് എടുക്കാം. പവറക്സിൻ്റെ ഒരു ക്യാബിനറ്റാണ് ഇതിൽ ചൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 1900 ആ റേഞ്ചിനാണ് ഈ ഒരു ക്യാബിനറ്റിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു ക്യാബിനറ്റ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പം വരുന്ന മിക്ക ക്യാബിനറ്റുകളിലും DVD ഡ്രൈവ് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു പോരായ്മ പരിഹരിക്കാനാണ് പവറക്സിൻ്റെ നമ്മൾ ക്യാബിനറ്റ് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം. വലിയ ക്യാബിനറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കണക്ഷൻസൊക്കെ ഒന്ന് പിന്നീട് കൊടുക്കാമെന്നുള്ളൊരു രീതിയിൽ കണക്ട് ചെയ്തത്. നമുക്ക് ഈ ഒരു ക്യാബിനറ്റ് ചെറിയൊരു ഇതായതുകൊണ്ട് നമുക്കൊന്ന് ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട്
DVD റൈറ്റിലൂടെ ഒന്ന് കണക്ട് ചെയ്യാം. ഹാർഡ് ഡിസ്കിൻ്റെ സാറ്റ ഒന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് നമുക്ക് ആ കേബിൾസിനെ ഒന്ന് ടാഗ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു സ്റ്റിക്കർ ഇവിടെ, അത് പവർ എക്സിൻ്റെ ഇവിടെ ആയിട്ട് നമുക്കൊന്ന് ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ 2 PC ബിൽഡ് i3യുടെയും i5ൻ്റെയും ബിൽഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് പെൻഡിങ് നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ OS ഇൻസ്റ്റാളേഷനും ബാക്കിയുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ, ഫോട്ടോസ്റ്റോപ്പ്, പ്രീമിയർ തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമുക്കിനി അടുത്തുള്ള പെൻഡിങ് പ്രൊസീജിയറായിട്ട് നിൽപ്പുള്ളത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്കൊന്ന് വേഗത്തിലങ്ങ് പോവാം. അപ്പോൾ ബാക്കി നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് ലാസ്റ്റ് നമുക്കൊന്ന് ഒരു ഓവറോൾ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഏത് സിസ്റ്റമാണ് സ്പീഡിൽ വരുന്നതെന്ന് നോക്കാം. രണ്ടും ഒരു മില്ലി സെക്കൻഡിൻ്റെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് i5ൽ ഗ്രാഫിക്സ് കാർഡ് ഇത്തിരി കൂടെ കൂടിയ ഗ്രാഫിക്സ് കാർഡ് ഇരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ചെറിയൊരു മൈന്യൂട്ടായിട്ടൊരു ഡിലേ വരുന്നത്. എന്നാലും ഓവറോൾ പെർഫോമൻസ് രണ്ടും ഈക്വലായിട്ടാണ് നമുക്ക് ബൂട്ടിംഗ് ടൈമൊക്കെ തോന്നുന്നത്. പക്ഷേ റെൻഡറിങ്ങിനകത്ത് നമ്മുടെ i5 ആണ് ഒരു അല്പം ഫാസ്റ്റായിരിക്കും. അതാണ് i5ൻ്റെ ഒരു പ്രത്യേകത വരുന്ന. കോർ കൂടുതലായതുകൊണ്ട് റെൻഡറിങ് കാര്യങ്ങളൊക്കെ നല്ലൊരു ഫാസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും. അപ്പോൾ 2 സിസ്റ്റത്തിനകത്തും ഒരേ സമയത്ത് പ്രീമിയർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. രണ്ടും ഒരേ ഒരു പെർഫോമൻസ് തന്നെയാണ്. ഇതിൽ നമുക്ക് സോഫ്റ്റ്വെയർ ലോഡാവുന്നതിനൊക്കെ ഒരേ ഒരു പെർഫോമൻസ് ആണ്. നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള ചെറിയ സെക്കൻഡ്സിൻ്റെ വ്യത്യാസമേ കാണുന്നുള്ളൂ. നമുക്കൊന്ന് ഫോട്ടോഷോപ്പ് ഒന്ന് നോക്കാം 2 സിസ്റ്റത്തിലും. ഓക്കെ, അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ പെർഫോമൻസ്, അതായത് രണ്ടിനും നമുക്ക് 8GB റാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അപ്പോൾ സോഫ്റ്റ്വെയറൊക്കെ ലോഡാവുന്നതിന് സെയിം ഒരു പെർഫോമൻസ് ആണ്. നമുക്ക് ഗെയിമിങ്ങോ അതുപോയിട്ട് റെൻഡറിങ്, വീഡിയോ എഡിറ്റിങ്, റെൻഡറിങ് അങ്ങനെയുള്ളതിനകത്തൊക്കെ നമുക്ക് i5ൽ തന്നെയാണ് കൂടുതൽ പെർഫോമൻസ്. നമ്മൾ മുൻപ് സിസ്റ്റങ്ങൾ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് i5ലാണ് പെർഫോമൻസ്, അതായത് റെൻഡറിങ് ടൈം കുറവായിരിക്കുക എന്ന് പറയുന്നത് i5ലാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ ഒരു റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i3 ഫോട്ടോ എഡിറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും i5 വീഡിയോ റെൻഡറിങ് അങ്ങനെയുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് 10th ജനറേഷൻ i5ഉം i3യും വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ബിൽഡാണ് നമ്മളിന്ന് അവതരിപ്പിച്ചത്. പ്രൈസ് റേഞ്ച് ഇത് i3ക്ക് നമുക്ക് എക്സ്പെൻസ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു 35,000 രൂപയാണ് അതിന് ചിലവ് വന്നിട്ടുള്ളത്. കാര്യം UPS ഇല്ലാത്തതാണ്, ഇൻവെർട്ടർ സംവിധാനം ഉള്ളതുകൊണ്ട്. നമ്മൾ i5ന് വേണ്ടിയിട്ട് UPS കൂടെ ചേർത്തിട്ടാണ്, UPSും മോണിറ്ററും എല്ലാം കൂടെ ചേർത്ത് 60,000 രൂപ ബഡ്ജറ്റാണ്. അതിന് മെയിൻ നമുക്ക് റെൻഡറിങ് എന്നുള്ളൊരു പർപ്പസ് ഉള്ളതുകൊണ്ടാണ് i5 ചൂസ് ചെയ്യാനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ 2 സിസ്റ്റത്തിൻ്റെയും ബിൽഡിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.